ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മൻ്റെ ഫാമിലി മീറ്റപ്പാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പോവാണ് നമ്മളെല്ലാവരും കൂടിയിട്ട്. ബാക്കി വിശേഷങ്ങൾ നമ്മൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട്. ആയിഷൻ്റെ ഔട്ട്ഫിറ്റാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ആയിഷ ഫുള്ളും യോയോ മൂഡിലാണുള്ളത്. അപ്പം അത് കാർ എടുക്കുന്നത്. എൻ്റെ ഇപ്പനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഉമ്മനെ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. ഓക്കെ, എനിക്കാണെങ്കിൽ നല്ല ത്രോട്ട് പെയിൻ ഉണ്ട്. അപ്പം അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു ഗാംഭീര്യൻ്റെ സൗണ്ടിലൊക്കെ ഉണ്ട് കേട്ടോ. മേക്കപ്പ് ഒന്നും കാര്യമായിട്ടില്ല. കണ്ടോ ആയിഷ ഇട്ടത്? ആയിഷ കറക്റ്റ് ഒരു ആൺകുട്ടീനെ വാങ്ങിയിട്ട്. ഇവിടെ വോയിസ് ഉണ്ട്. വോയിസ് ആണ് അവളെ വീട്ടിലെ ഒരു സെലിബ്രിറ്റി. ഇന്നലെ നമ്മളെ കാലിക്കറ്റ് എഫ്സിന്റെ കളിയൊക്കെ കാണാൻ പോയി. അവിടെ ഇവരാണ് മറ്റേ ഫ്ലാഗ് ഒക്കെ പിടിച്ചിട്ട് പോയത്. എന്തായാലും വോയിസിനെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് അഭിമാനം തോന്നുന്നുണ്ട്. ഓന് ഇങ്ങനെ സംസാരിക്കുന്നത് ഒരു ഇൻട്രോവേർട്ട് പേഴ്സൺ ആണ്. ഇത് സംസാരിപ്പിച്ചെടുക്കാം നമുക്ക്. ഡാഡി, എന്താണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്ര പെട്ടെന്ന് തന്നെ 12,000 സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് 11,000 സബ്സ്ക്രൈബർ ആയിരുന്നു. അപ്പൊ അതിന് നമ്മളോട് സപ്പോർട്ട് ചെയ്ത എല്ലാ ലക്ഷ്യങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇത്തരം ആളുകളെല്ലാം സമൂഹത്തിൽ വിജയിപ്പിച്ച് ഉന്നത പദവിയിലേക്ക് എത്താൻ ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ഭാവമാണ് ഇന്നും ഇന്നലെയും മെനയാന്ന് നടന്ന ഈ ഒരു അക്കൗണ്ട് റീച്ച്. എന്താണെന്നുണ്ടെങ്കിലും ഇവർക്കൊക്കെ നമ്മൾ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. അങ്ങനെ കഴിച്ച് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ സിസ്റ്റർ കേട്ടോ. ഇതാണ് എൻ്റെ ഫാമിലിയിലുള്ള ഏക സെലിബ്രിറ്റി. പിന്നെ ഞാനാണ് രണ്ടാമത്തെ സെലിബ്രിറ്റി. ഇത് ഏറ്റവും ഇളയ സെലിബ്രിറ്റിയാണ്, നെയ്റ അമ്മാര്. ഇതാണ് നമ്മുടെ ആൻറ്റി കേട്ടോ. ആൻറ്റിക്ക് ഇങ്ങനെ പബ്ലിസിറ്റി അത്ര ഇഷ്ടമല്ല. പിന്നെ ഇതാണ് റാനി അഷ്റഫ്, ഇത് ഫാത്തിമ ഷിഫ. റാനി അഷ്റഫ് കുറച്ച് കഴിഞ്ഞാൽ പോളണ്ടിലേക്ക് പോകാനൊക്കെ നിൽക്കുകയാണ്. വലിയ ആളാണ്, ഡോക്ടറെ കാണാൻ പോവാണ്. ഫുഡ് കഴിച്ചില്ല ഗൈസ്, ഫുഡ് കഴിച്ചിട്ട് വരാം. ഉമ്മന്റെ കസിനാണ് ഗൈസ്. ഞാനിതാണ് ഗൈസ് കഴിക്കാൻ എടുത്തത്. സെലിബ്രേറ്റ് ഞങ്ങളെന്താ പറയുന്നത്? ഇതാണ് നമ്മളെ വലിയ ഇത് അമ്മോനെ, ഇത് നമ്മളെ അമ്മോനെ. ഇവിടെ ആരോ കാറിന്റെ ഉള്ളിൽ ഇരിക്കുന്നതൊക്കെ കേട്ട് ഇവൻ എന്താ അങ്ങോട്ട് വരാത്തേ? അപ്പൊ ഗൈസ് ഞാൻ പാട്ട് പാടാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. ഫോൺ എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ്. അവിടെ പോയിട്ട് പാടും. നേരിയും ഫെബിയും ഇവിടെ ഇരുന്നിട്ട് കളിക്കാണ്. ഫെബി എന്ന് പറയുന്നത് എന്റെ കസിൻ നീന്റെ അനിയനാണ് കേട്ടോ. ഇതാണ് നമ്മളെ നേര. നമ്മൾ പല വീഡിയോസിലും ഉണ്ട് നേരാമാല്. ഞാൻ പാട്ടൊക്കെ പാടിട്ടോ. പാട്ട് പാടി കഴിഞ്ഞ് ഷോളൊക്കെ കഴിച്ച് ഷോൾ എത്ര ഞാൻ ചുറ്റിയിട്ടാലും എൻ്റെ ഷോളും കാണാം. നല്ല സൗണ്ട് നിർത്തി കുറയ്ക്കടാ. ഇതാണ് ഗൈസ് ഫെബി. ഫെബിൻഷ എന്നാണ് നമ്മൾ ചെറുപ്പത്തിൽ വിളിക്കല്. ഇത് റാനി അഷ്റഫ്. എന്ത് ചെയ്യരുത് പറഞ്ഞാൽ അതേ ഞാൻ ചെയ്യുന്നത്. അതാണ് എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. നമുക്ക് പോവാ ഫെബിയ. ഈ കാർ എടുക്കോ? എൻ്റെ അമ്മേൻ്റെ
എനിക്ക് കാർ ഓടിക്കാൻ അറിയൂല. അറിയൂല. സോ നമ്മളെ കൂട്ടത്തിൽ 2 ആൾക്കാർക്ക് കാർ ഓടിക്കാൻ അറിയാം, പക്ഷെ അവർക്ക് കാർ ഓടിക്കലുണ്ട്. നമുക്ക് പോവാം. പക്ഷെ ഉമ്മ തരില്ല. ഓടിക്കലുണ്ട് പക്ഷെ ഉമ്മ തരില്ല. ഡോക്ടർ ഡ്രൈവ് ആയിരിക്കില്ലേ? ഉമ്മ ഉള്ള പെലരല് അല്ലാതെ എനിക്ക് ആയുള്ളൊരു സപ്പോർട്ട് പറയാനാ. പാട്ട് സീനായിരുന്നു, ഒന്നും പറയാനില്ല. പ്രേക്ഷകർ കേക്കട്ടെ. പ്രേക്ഷകർ കേൾക്കേണ്ടതാണ് പാട്ട്. നല്ല ദിവസം ഉണ്ടായിരുന്നു. പൊളി പാടി. അതൊന്നും പറയാനില്ല. വൃത്തിയിലിടേ റാണി എനിക്ക് നെയിൽ പോളിഷ് ഇട്ട് തരികയാണ്. സീരീസ് അത് തുടക്കട്ടോ. കൈ വർക്ക് ഇവന്റെ ഗേൾഫ്രണ്ട് ഇത് അടി അപ്പുറത്തൊക്കെ ആക്കി. അത് തുടച്ചരാ. പല്ലിന് ക്ലിപ്പിട്ട് കാണിച്ചു കൊടുക്കും സബ്സ്ക്രൈബേഴ്സിന്. കാണിച്ചു കൊടുക്ക്. നീ ഗിറ്റാർ വായിക്കാൻ ഇവന്റെ പല്ല് മതി. അതാ ഈ കൈയിടും. ഫൈനലി നമ്മള് നെയിൽ പോളിഷ് ഇട്ടു. ചോര കൺമുയൽമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമോ. നമ്മൾ നേരെ ഉറങ്ങാണ്. പാവാണ്. ഞാൻ ഇതിനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് കുടുംബസംഗമത്തിന്. പക്ഷെ ആള് ഉറങ്ങിപ്പോയി. കുഴപ്പമില്ല. ക്ലിപ്പൊക്കെ കുത്തിക്കല്. ഗൈസ് എന്റെ പണ്ടത്തെ വീഡിയോ ആണ് കേട്ടോ. ആ വീഡിയോയിലുള്ള സാധനം കഴിച്ച് കിടക്കുന്നത്. അവനക്ക് വലിയ ചെക്കനായി. ഞാനുള്ള ഇപ്പൊ ഫുള്ളും സ്റ്റിൽ ഞങ്ങളായിട്ട് നിൽക്കണേ. എനിക്ക് എല്ലാവർക്കും നീ കുത്തിയാൽ എന്റെ അമ്മ എന്നെ കുത്തുമോനെ. അങ്ങനെ ഗൈസ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. വീട്ടിലേക്കെല്ലാം ഹൈലൈറ്റ് പോകുന്നുണ്ട് തോന്നുന്നുണ്ട്, അറിയില്ല. ഇതാണ് എന്റെ നേരക്കുട്ടി. പുറങ്ങി നീച്ചിട്ടുള്ളൂ. സിറ്റ് ഡൗൺ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സെലിബ്രേറ്റ്. ഞങ്ങൾ ഹൈലൈറ്റ് മാളിലേക്കാണ് ഗൈസ് പോകുന്നത്.